ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ ഉത്തേജനവുമായ 2 പേപ്പർ പ്രസൻറ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സമയം വളരെ ഓടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വളരെ വേഗതയിൽ എൻ്റെ ഈ പേപ്പർ അവതരിപ്പിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. കേരളത്തിലെ നാസ്തിക മതസ്ഥരുടെ നാവായിരിക്കുന്ന ശ്രീ അസിസ്റ്റൻ്റ് പ്രൊഫസർ സി രവിചന്ദ്രൻ എഴുതിയ നാസ്തികനായ ദൈവം എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം നടത്തിയ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായ അസത്യവും അബദ്ധജഡിലവും അർദ്ധസത്യവും അശാസ്ത്രീയവും ചരിത്രവിരുദ്ധവുമായ വാദങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളിതിൻ്റെ 1ാമത്തെ ഭാഗം തിരുവനന്തപുരം ഹസൻ മരക്കാർ ഹാളിൽ വെച്ച് കൊടുത്തതാണ്. 2ാം ഭാഗമാണിത്. അവിടെ അന്ന് ആ ഹസൻ മരക്കാർ ഹാളിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രാസ്തിക്യം യാതൊരു വിധമായിട്ടുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ അതുപോലെ ചരിത്ര പണ്ഡിതന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തെളിയിക്കുകയുണ്ടായി. അതിനുശേഷം ഫേസ്ബുക്കിൽ ഈ വിഷയം സംബന്ധിച്ച് പലരുമായിട്ട് ചർച്ചകളൊക്കെ നടന്നു. ആ ചർച്ചകളിൽ ഈ നിരീശ്വര മതക്കാരുന്നയിച്ച ചില വാദങ്ങളുണ്ട്. ആ വാദങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അവിടെ ഒരു തെളിവ് കൊടുത്തിരുന്നു, അദ്ദേഹം പിന്നെ കാണിക്കുന്നുണ്ട്. ജോസീഫസ് എന്ന് പറയുന്ന ഫ്ലാവിയസ് ജോസീഫസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം റോമൻ ചരിത്രകാരനായിരുന്നു. യഹൂദ ചരിത്രകാരനാണ്, എന്നാൽ റോമിൻ്റെയൊക്കെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് അഥവാ യഹൂദ പൗരാണികത്വം അല്ലെങ്കിൽ യഹൂദ പഴമ എന്ന ഗ്രന്ഥത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വിവരണങ്ങൾ അത് പിൽക്കാലത്ത് ക്രൈസ്തവർ തിരികെ കയറ്റിയതാണ്, ക്രിസ്ത്യാനികൾ അത് തിരുത്തൽ വരുത്തിയതാണ്. അങ്ങനെ ഒരു വാദം അവരുന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഈ വാദം, ഇത് ക്രിസ്ത്യാനികൾ തിരുത്തി എന്നുള്ള വാദം വാസ്തവത്തിൽ അവരുടെ സ്വന്തമല്ല. ഇത് ജോസഫ് ഇടമറുക് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വാദം അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഈ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഇടമറുകിൻ്റെ ആ ക്ഷുദ്രകൃതിയിൽ അദ്ദേഹം പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾ തിരുത്തി എന്നുള്ളതാണല്ലോ. അതിനുള്ള മറുപടിയിൽ നമ്മൾ ചില ചോദ്യങ്ങൾ, ഒരു പുസ്തകം തിരുത്തി എന്ന് വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല, ആ പുസ്തകം തിരുത്തപ്പെട്ടതാകില്ല. ഒരു പുസ്തകം തിരുത്തി എന്ന് പറയണമെങ്കിൽ കൃത്യമായ ചരിത്ര തെളിവുകൾ വേണം, വസ്തുതകൾ വേണം, ഡാറ്റ വെച്ച് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ഡാറ്റ വെച്ച് സംസാരിക്കണമെങ്കിൽ എന്തൊക്കെ ഡാറ്റയാണ് അവർ കൊണ്ടുവരേണ്ടതെന്നുള്ള കാര്യം പറയാം. ഒന്ന്, യഹൂദ പഴമ എന്ന ഗ്രന്ഥത്തിൽ ഏത് വ്യക്തിയാണ് ഈ ജോസീഫസിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്ന ഭാഗം അത് തിരികെ കയറ്റിയത്? ഏതോ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് ഇന്നയാളാണ് അത് ചെയ്തതെന്ന് ചരിത്രരേഖ വെച്ച് അവർക്ക് തെളിയിക്കാൻ സാധിക്കണം. ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തിരികെ കയറ്റൽ നടത്തിയത് അത് അവർക്ക് പറയാനായിട്ട് സാധിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, തെളിവ് വേണം, ചരിത്ര തെളിവ്. അതുപോലെ ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഈ തിരികെ കയറ്റൽ നടത്തിയത് അത് അവർ പറയണം. ഇങ്ങനെ തിരികെ കയറ്റിയത് കൊണ്ട് എന്ത് ലാഭമാണ് ആ വ്യക്തിക്കുണ്ടായത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അങ്ങനെ തിരികെ കയറ്റിയപ്പോൾ ഈ യഹൂദ പഴമ കൈവശമുണ്ടായിരുന്ന യഹൂദന്മാരോ അല്ലെങ്കിൽ റോമക്കാരോ ആളുകൾ ഇങ്ങനെ ഒരു ചതി ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇറക്കുന്ന അവരുടെ കോപ്പികളിൽ ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് തിരികെ കയറ്റലൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കള്ളത്തരം അവർക്ക് അന്നേ പൊളിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ യാതൊരു ചരിത്രരേഖയും ഇല്ല. ക്രിസ്ത്യാനികളാകട്ടെ യഹൂദന്മാരാകട്ടെ അങ്ങനെ റോമാക്കാരാകട്ടെ അല്ലെങ്കിൽ റോമക്കാരോ അല്ലെങ്കിൽ യഹൂദന്മാരോ ആരും ആകട്ടെ, അവരങ്ങനെ യാതൊരു വിധത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി തരണം. അങ്ങനെ തന്നെങ്കിൽ മാത്രമേ ഈ പുസ്തകം തിരുത്തി എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. യഹൂദ പഴമ ക്രിസ്ത്യാനികൾ തിരുത്തി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി 5 രേഖകൾ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേറൊരു കാര്യം അവർ ചെയ്താൽ മതി. തിരുത്തപ്പെടാത്ത ജോസീഫസിൻ്റെ സാക്ഷ്യം ഉൾപ്പെടാത്ത യഹൂദ പഴമയുടെ ഒരു കോപ്പി, അത് ഇന്ന് നിലവിലുള്ള ഏതൊരു കോപ്പിയേക്കാളും പഴയതായിരിക്കണം. അങ്ങനെ ഒരു കോപ്പി കൊണ്ടുവന്നിട്ട് അവർ പറയണം, ഇതാണ് ഒറിജിനൽ ജോസീഫസ് എഴുതിയ ഒറിജിനൽ യഹൂദ പഴമ, ഇതാണ് ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ളതൊക്കെ ക്രിസ്ത്യാനികൾ തിരുത്തിയതാണെന്ന് അവർ പറയണം. അങ്ങനെയാണെങ്കിലും അത് അംഗീകരിക്കാം.
അപ്പോൾ ഒന്നുകിൽ 5 ചോദ്യങ്ങൾക്ക് അവർ ചരിത്രരേഖ വെച്ച് മറുപടി പറയണം, അല്ലെങ്കിൽ തിരുത്തപ്പെടാത്തതെന്ന് അവർ പറയുന്ന ഒറിജിനലായിട്ടുള്ള ഒരു സാധനം, ഏറ്റവും പഴയത് ഈ യോസീഫസിൻ്റെ സാക്ഷ്യം ഉൾപ്പെടാത്ത ഒരു യഹൂദ പഴമ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനൊന്നും അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇത് ക്രിസ്ത്യാനികൾ തിരുത്തി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവർ ഈ ക്രിസ്ത്യാനികൾ തിരുത്തി എന്ന് പറയുന്നതിന് അടുത്ത ഇതെന്ന് പറയുന്നത്, അവർ പറയുന്ന ന്യായം ഇതാണ്: യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ അനുകൂലമായി ജോസീഫസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ഒരിക്കലും യേശുക്രിസ്തുവിനെ കുറിച്ച് അത്രയും അനുകൂലമായിട്ട് ജോസീഫസ് എഴുതാൻ സാധ്യതയില്ല. അദ്ദേഹം ഒരു യഹൂദനാണ്. ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഭാഗം ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതാണ് നമുക്ക് ഊഹിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇത് ജോസീഫസ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം അവരുന്നയിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജോസീഫസ്. അദ്ദേഹം യഹൂദ മതത്തിലൊരു പ്രധാന യാഥാസ്ഥിതിക യഹൂദനായിരുന്നു, ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. ആദ്യത്തെ പേര് ജോസഫ് ബൻ മത്തിയാസ് എന്നായിരുന്നു. മത്തിയാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. അദ്ദേഹം AD 37-38 ആ കാലഘട്ടത്തിലാണ് ജനിച്ചത്. എന്നാൽ പിന്നീട് ഇദ്ദേഹം ഈ റോമാക്കാർക്കെതിരായിട്ടുള്ള പല ലഹളകളിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു ലഹളയുടെ സമയത്ത് അത് വെസ്പേഷ്യൻ വന്ന് ആ ലഹളയൊക്കെ അടിച്ചമർത്തി കഴിഞ്ഞിട്ട്, വെസ്പേഷ്യൻ അന്ന് റോമൻ സൈന്യാധിപനാണ്, അദ്ദേഹം വന്ന് ഈ ലഹളയൊക്കെ അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ ഈ ജോസീഫസ് ഒക്കെ അടിമയായി പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ അടിമകളായിരിക്കുന്ന ആളുകളെയൊക്കെ ജോസീഫസിനെ അടക്കം കൊണ്ടുപോവുകയാണ്. റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജോസീഫസ് ഒരു പ്രവചനം നടത്തി, അടുത്ത റോമൻ ചക്രവർത്തി വെസ്പേഷ്യൻ ആയിരിക്കുമെന്ന് പറഞ്ഞ്. അവിടെ റോമിലെത്തിക്കഴിഞ്ഞപ്പോൾ വെസ്പേഷ്യൻ ഇദ്ദേഹത്തെ 2 വർഷം തൻ്റെ അടിമയായിട്ട് കാരാഗൃഹത്തിൽ അടച്ചു. കാരണം ഇദ്ദേഹം പറഞ്ഞ പ്രവചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹം വെസ്പേഷ്യൻ്റെ മകനായിരുന്ന ടൈറ്റസുമായിട്ട് വളരെ അടുപ്പത്തിലായി, നല്ല സുഹൃത്തുക്കളായി അവർ. ഏതായാലും 2 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അന്നത്തെ നീറോ ചക്രവർത്തി മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ചക്രവർത്തിയായിട്ട് വന്നത് വെസ്പേഷ്യനാണ്. അപ്പോൾ വെസ്പേഷ്യന് സന്തോഷമായി, ഇദ്ദേഹത്തിൻ്റെ പ്രവചനം ഫലിച്ചതുകൊണ്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. പക്ഷേ ഈ 2 വർഷം കൊണ്ട് ഈ ജോസീഫസ് യാഥാസ്ഥിതിക യഹൂദത്വം വിട്ടു. അദ്ദേഹം ഹെലനിസ്റ്റിക് യഹൂദനായി. ഹെലനിസ്റ്റിക് യഹൂദൻ എന്ന് പറഞ്ഞാൽ റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും ഒക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും ഒക്കെ പിന്തുടരുന്ന കുറെ കൂടി ലിബറൽ മെൻറ്റാലിറ്റിയുള്ള യഹൂദൻ. അത് മറ്റ് സാധാരണ യാഥാസ്ഥിക യഹൂദന്മാർക്ക് അവരെ ഇഷ്ടമല്ല. അവരിവരെ മതപരിത്യാഗികളായിട്ടാണ് കാണുന്നത്. ഏതായാലും പിന്നീട് AD 70 നമുക്കറിയാം യെരുശലേം നശിക്കുന്നത്. ആ AD 70 യെരുശലേം നാശത്തിന് കാരണമായി തീർന്ന ഒരു ആക്രമണം, റോമൻ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് ടൈറ്റസ് ആണ്. വെസ്പേഷ്യൻ്റെ മകൻ ടൈറ്റസ് ആയിരുന്നു. ആ ടൈറ്റസ് യെരുശലേമിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആ സൈന്യത്തിൽ ജോസീഫസും ഉൾപ്പെട്ടിരുന്നു. ജോസീഫസ് യഹൂദന്മാരോടുള്ള സ്നേഹം കാരണം മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആ സമയത്ത് യഹൂദന്മാരെല്ലാം അവരുടെ കോട്ടയ്ക്കകത്ത് കയറി, യെരുശലേം ദൈവാലയത്തിൻ്റെ അകത്ത് കയറി അവർ വാതിലടച്ച് ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുക എന്ന് പറയാൻ പറ്റില്ല, അവർ വാതിലടച്ചിരുന്നു. ഇവർ പുറത്ത്, ടൈറ്റസ് പുറത്ത് ഉപരോധം ഏർപ്പെടുത്തി. മാസങ്ങളോളം ആ ഉപരോധം നീണ്ടു. അതിൻ്റെ അനന്തരഫലമായി അവർ പട്ടിണി കിടന്നു. സ്വന്തം മക്കളെ വരെ അവർ പുഴുങ്ങി തിന്നേണ്ടി വന്നു. ആ സ്ഥിതിയിലൊക്കെ യഹൂദന്മാരെത്തി. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ജോസീഫസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാഥാസ്ഥിതിക യഹൂദന്മാർ സമ്മതിച്ചില്ല. ഇവൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവർ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത് മതപരിത്യാഗിയായിട്ടാണ്. ജോസീഫസിനെ അവർ കണ്ടത് മതപരിത്യാഗിയായിട്ടാണ്. അപ്പോൾ മതപരിത്യാഗിയായ ഒരുത്തൻ്റെ മധ്യസ്ഥതയിലൂടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ മരിക്കുന്നതാണെന്ന് പറഞ്ഞ് അവർ ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത സ്വീകരിച്ചില്ല. അതിനുശേഷം അദ്ദേഹം തിരിച്ച് റോമിലെത്തി. ഈ യെരുശലേം നാശമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റോമിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ് ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് അഥവാ യഹൂദ പഴമ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ 3 ഇടത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതാണ് അടുത്തത്. അതിങ്ങനെയാണ്, ഫ്ലാവിയൻ സാക്ഷ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിങ്ങനെയാണ്: ഏതാണ്ട് ഈ കാലത്ത് യേശു എന്നു പേരുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കാമെങ്കിൽ, ജീവിച്ചിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരുന്നു. സത്യം സന്മനസ്സോടെ സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു. നിരവധി യഹൂദരെയും ഗ്രീക്കുകാരെയും അവൻ തൻ്റെ പക്കലേക്ക് ആകർഷിച്ചു. അവനായിരുന്നു മിശിഹ. ഞങ്ങളുടെ പ്രമാണികൾ അവനിൽ കുറ്റം ആരോപിച്ചതിനാൽ പൊന്തിയാസ് പിലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിധിച്ചു. എങ്കിലും ആദ്യം മുതൽ അവനെ സ്നേഹിച്ചിരുന്നവർ പിന്മാറിയില്ല. മരിച്ചിട്ട് 3-ാം ദിവസം അവൻ യഥാർത്ഥത്തിൽ വീണ്ടും ജീവനോടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇതും മറ്റു നിരവധി അത്ഭുത കാര്യങ്ങളും അവൻ ചെയ്തു. പ്രവാചകന്മാർ ഇവനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആ സമൂഹം ഇപ്പോഴും നശിച്ചിട്ടില്ല. അപ്പം ഇതാണ് എഴുതിയിരിക്കുന്നത്.
ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര വസ്തുതകളുമായിട്ടെല്ലാം വളരെയധികം പൊരുത്തപ്പെടുന്ന ഒരു വിവരണമാണ്. ഈ വിവരണമാണ് വിശ്വസിക്കാൻ കൊള്ളുകയില്ല, ഇത് ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതാണെന്ന് അടിസ്ഥാനരഹിതമായ വിധത്തിൽ ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ നാം ജോസീഫസിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും, ജോസീഫസ് യേശുവിനെ കുറിച്ച് വളരെ അനുകൂലമായൊരു മനോഭാവത്തോടു കൂടെ ഇത്ര വിശദമായിട്ട് എഴുതുന്നത് അതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല. കാരണം യേശുവും ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം മതപരിത്യാഗിയാണ്. അവൻ മതപരിത്യാഗി, അതുകൊണ്ടാണ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത്. അവൻ ദൈവവിശ്വാസത്തിനെതിരായിട്ട് സ്വയം ദൈവമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോയത്. അപ്പം ജോസീഫസും ഒരു മതപരിത്യാഗിയാണ്. ജോസീഫസിനെ യഹൂദന്മാർ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജോസീഫസ് എന്ത് ചെയ്യും? ജോസീഫസിൻ്റെ അനുകൂല മനോഭാവം യേശു ക്രിസ്തുവിനോട് ഉണ്ടാകും. എന്നെപ്പോലെ തന്നെ യഹൂദന്മാർ പുറന്തള്ളിക്കളഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതണമെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ മതി. യുക്തി എന്ന് പറയുന്നത് ഈ നിരീശ്വര മതക്കാരുടെ 7 അയലത്ത് കൂടി പോയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും ഇനി വാദത്തിന് വേണ്ടി നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കാമെന്ന് വയ്ക്കുക. ഈ ജോസീഫസിൻ്റെ ഈ കാര്യം ക്രിസ്ത്യാനികൾ തിരുത്തി എന്ന് പറയുന്നത് നമ്മൾ വാദത്തിന് സമ്മതിക്കുക. ഇതിന് തിരുത്തിയതിന് തെളിവുകളൊന്നുമില്ല, ഇവർ ചുമ്മാ പറയുന്നതാണ്. എന്നാൽ നമ്മൾ തിരുത്തിയെന്നുള്ളത് സമ്മതിച്ചു കൊടുത്താൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ തിരുത്തിയതെന്ന് ഇതിലെ വിമർശകന്മാർ, ബൈബിൾ വിമർശകന്മാർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതാ, അദ്ദേഹത്തെ മനുഷ്യരെന്ന് വിളിക്കാമെങ്കിൽ, അതായത് ജോസീഫസിൻ്റെ ഈ സാക്ഷ്യത്തിലെ ആദ്യത്തെ വാചകത്തിൻ്റെ 2ാം ഭാഗം, അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കാമെങ്കിൽ എന്ന് വെച്ചാൽ ജോസീഫസ് പറഞ്ഞൊരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം. ഒരു മനുഷ്യനെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെയുള്ള അത്ഭുത കൃത്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇത് ജോസീഫസ് പറയാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് 2-3 വരികളിൽ പറഞ്ഞിരിക്കുന്നതൊന്നും കുഴപ്പമില്ല, അത് ജോസീഫസ് പറഞ്ഞു തന്നെയാണ്, നമുക്ക് ഇതാക്കാം. എന്നാൽ 3ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ അവിടെ അവനായിരുന്നു മശിഹ എന്ന് പറയുന്നു, അവൻ ക്രിസ്തു ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ജോസീഫസ് പറയാൻ സാധ്യതയില്ല. യേശുവിനെ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ജോസീഫസ് ക്രിസ്തുവായിട്ട് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതായിരിക്കും. പിന്നെ 5-ാം വാക്യത്തെക്കുറിച്ച് ആർക്കും പ്രശ്നമില്ല. 6-ാം വാക്യത്തിൽ യേശു 3-ാം ദിവസം ജീവൻ പ്രാപിച്ച് പ്രത്യക്ഷനായി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നതാണ്. ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതും ക്രിസ്ത്യാനികൾ തിരികെ കയറ്റിയതാണ്. അങ്ങനെ 3 വാചകങ്ങളിലാണ് തിരുത്തൽ നടന്നിട്ടുള്ളതെന്ന് വിമർശകന്മാർ ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് ഈ 3 വാചകങ്ങളിൽ തിരുത്തൽ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പം നമ്മൾ ആ 3 വാചകങ്ങൾ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ, ഈ തിരുത്തൽ വരുത്തി എന്ന് പറയുന്ന 3 വാചകം അങ്ങ് എടുത്ത് മാറ്റിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ആ വാക്യം ഇങ്ങനെ വരും: ഏതാണ്ട് ഈ കാലത്ത് യേശു എന്നു പേരുള്ള ജ്ഞാനിയായൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരുന്നു. സത്യം സന്മനസ്സോടെ സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു. നിരവധി യഹൂദരെയും ഗ്രീക്കുകാരെയും അവൻ തൻ്റെ പക്കലേക്ക് ആകർഷിച്ചു. ഞങ്ങളുടെ പ്രമാണികൾ അവനിൽ കുറ്റം ആരോപിച്ചതിനാൽ പൊന്തിയോസ് പിലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിധിച്ചു. എങ്കിലും ആദ്യം മുതൽ അവനെ സ്നേഹിച്ചിരുന്നവർ പിന്മാറിയില്ല. ഇതും മറ്റു നിരവധി അത്ഭുത കാര്യങ്ങളും അവൻ ചെയ്തു. പ്രവാചകന്മാർ ഇവനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ നാമത്തിൽ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആ സമൂഹം ഇപ്പോഴും നശിച്ചിട്ടില്ല. ഇവർ പറയുന്ന ഈ 3 ഭാഗങ്ങൾ എടുത്തു മാറ്റിയാൽ കിട്ടുന്നത് ഇതാണ്. ഇതും യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രരേഖയോടൊക്കുന്നതാണ്. എന്ന് വെച്ചാൽ വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ച ആ 3 വാക്യങ്ങൾ, തിരുത്തി എന്ന് പറയുന്ന 3 വാക്യങ്ങൾ നമ്മൾ എടുത്തു കളഞ്ഞാലും ജോസീഫസിൻ്റെ വിവരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജോസീഫസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരുന്നെന്നും റോമാക്കാരെയും യഹൂദന്മാരെയും അദ്ദേഹം ശിഷ്യന്മാരായി സ്വീകരിച്ചിരുന്നെന്നും അദ്ദേഹം ധാരാളം അത്ഭുത കൃത്യങ്ങളൊക്കെ ചെയ്ത് അവിടെ പ്രശസ്തനായ ഒരു വ്യക്തിയാണെന്നാണ്. അപ്പോൾ യേശു ക്രിസ്തു ചരിത്രപുരുഷനാണെന്നുള്ളതിന് ജോസീഫസിൻ്റെ ഈ സാക്ഷ്യം ഇത് വളരെ ശക്തമായിട്ടുള്ള തെളിവുകളാണ്. ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ നിരീശ്വര മതക്കാർ പറയുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന്. ഏതായാലും ചരിത്രം വിഴുങ്ങികളായ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വികലവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോകണമല്ലോ. പിന്നെ ഇവർ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ബ്രദർ അടുത്ത ക്ലിപ്പ്: യേശുക്രിസ്തുവിൻ്റെ 4 ശിഷ്യന്മാരല്ലാതെ സമകാലീനരായ റോമൻ ചരിത്രകാരന്മാരാരും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്തുകൊണ്ട് എഴുതി വച്ചില്ല? ഇവർ ചോദിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 4 ശിഷ്യന്മാർ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ളൂ. വേറെ ആരും, സമകാലീനരായ ആരും യേശുക്രിസ്തുവിൻ്റെ, റോമൻ ചരിത്രകാരന്മാരാരും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതി വച്ചില്ല. ഇത് ഇവർ വെറുതെ പറയുന്നതല്ല. ഇതും ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഇടമറിയിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. 72-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ്: ഗ്രീസിലെ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ, പലസ്തീൻ, ഈജിപ്റ്റ്,
അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ കീഴടക്കുന്നത് ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് 300-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരെ പറ്റിയുള്ള രേഖകളും നമുക്കുണ്ട്. ഈസ്കിലസ്, യൂറിപ്പിഡസ്, അരിസ്റ്റോഫനിസ് തുടങ്ങിയ ഗ്രീക്ക് നാടകകൃത്തുക്കളെ പറ്റിയുള്ള വിവരങ്ങളും നമുക്കറിയാം. ഇന്ത്യയിൽ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ചന്ദ്രഗുപ്ത മൗര്യനും മറ്റും ജീവിച്ചിരുന്നതും യേശു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിന് എത്രയോ മുമ്പാണ്. അവരെ പറ്റിയെല്ലാമുള്ള ചരിത്രരേഖകൾ ഉണ്ട് താനും. പക്ഷേ സോക്രട്ടീസ്, പാണിനി, ജൂലിയസ് സീസർ എന്നിവരെക്കാളൊക്കെ വലിയവനെന്ന് കരുതപ്പെടുന്ന യേശുവിനെ സമകാലീന ചരിത്രകാരന്മാർ വെറുതെ അങ്ങ് അവഗണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ ഇവരെക്കുറിച്ച്, യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന പല ആളുകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ചരിത്രരേഖകളുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം സമകാലീനമായ യാതൊരു ചരിത്രരേഖയുമില്ല. ഇതാണ് വാദിക്കുന്നത്. ഈ വാദം കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ഈ ആളുകൾ, സോക്രട്ടീസും പ്ലേറ്റോവും അരിസ്റ്റോട്ടിലും അലക്സാണ്ടറും, ഇവരുടെയൊക്കെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ അതത് കാലഘട്ടത്തിൽ തന്നെ എഴുതിയെന്നാണ് ഇവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോവുക. അവരുടെയൊക്കെ ജീവചരിത്രം ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയെന്ന്. നുണയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം മാത്രമേ ആ തലമുറയിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ലോകത്ത് ഇതുവരെ ജീവിച്ചിട്ടുള്ള യാതൊരു ചരിത്ര പുരുഷൻ്റെയും, യാതൊരു ചരിത്ര പുരുഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 വർഷം പുറകോട്ടുള്ള ഒരു ചരിത്ര പുരുഷൻ്റെയും ജീവചരിത്രം അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ മരിച്ച് അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ ആ തലമുറയുടെ ബാക്കി ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അലക്സാണ്ടർ, അദ്ദേഹം പറഞ്ഞു ഗ്രീസിലെ അലക്സാണ്ടർ അവിടെയൊക്കെ യേശുക്രിസ്തുവിനേക്കാളും 100-300 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രരേഖകളൊക്കെ ലഭ്യമാണെന്ന്. എപ്പോഴാണ്? അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഏറ്റവും പ്രസിദ്ധമായ 2 ജീവചരിത്രങ്ങൾ, ആദ്യത്തേതെന്ന് പറയാവുന്ന 2 ജീവചരിത്രങ്ങൾ എഴുതുന്നത് ഒന്ന് ആര്യനാണ്, ഒന്ന് പ്ലൂട്ടാർക്കാണ്. ഇവർ രണ്ടുപേരും ഇത് എഴുതുന്നത് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച് 400 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അലക്സാണ്ടർ മരിച്ച് 400 വർഷം കഴിഞ്ഞ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഏരിയൻ ഒരു ജീവചരിത്രം എഴുതിയത്. അതുപോലെ തന്നെ പ്ലൂട്ടാർക്കും എഴുതി. അപ്പോൾ സമകാലീനമായ ചരിത്രമൊന്നും അലക്സാണ്ടറിനില്ല. ഇനി ബുദ്ധൻ്റെ ജീവചരിത്രം, നേരത്തെ ബ്രദർ ജെറി തോമസ് പറഞ്ഞതാണ്, ബുദ്ധൻ്റെ ജീവചരിത്രം, ഏറ്റവും ആദ്യത്തെ ജീവചരിത്രം എന്ന് പറയുന്നത് ബുദ്ധചരിതയാണ്. ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ശ്രദ്ധിക്കണം, 700 വർഷം കഴിഞ്ഞിട്ടാണ് അശ്വഘോഷൻ എന്ന് പറയുന്ന ഒരു ബുദ്ധമത സന്യാസി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയത്. അത് ഇവർക്ക് ആധികാരികമാണ്. ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് 700 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ബുദ്ധചരിത അത് ഇവർക്ക് ആധികാരികമാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എഴുതിയത് വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇനി അരിസ്റ്റോട്ടിലിൻ്റെ കാര്യം എടുത്താൽ ഇത് തന്നെയാണ് സ്ഥിതി. അരിസ്റ്റോട്ടിലിൻ്റെ ജീവചരിത്രമൊന്നും ആരും എഴുതിയിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഇനി അരിസ്റ്റോട്ടിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കൃതികൾ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അതിൻ്റെ അസലും പകർപ്പും തമ്മിലുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് 1100 AD ഇപ്പോൾ 1400, മൊത്തം 1400 വർഷത്തെ കാലദൈർഘ്യം. എന്ന് വെച്ചാൽ ഇന്ന് നിലവിലുള്ള അരിസ്റ്റോട്ടലിൻ്റെ കൃതികളുടെ ഏറ്റവും പുരാതനമായ പകർപ്പ് എന്ന് പറയുന്നത് AD 1100-ലുള്ളതാണ്. BC 300-ലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ 1400 വർഷത്തെ ഗ്യാപ്പുണ്ട് ഇതിനിടയിൽ. ഈ പകർപ്പെഴുത്തുകാർ ആരെങ്കിലും ഇതിനെ തിരുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കോപ്പികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇനി ബാക്കിയുള്ള ഓരോരുത്തരുടെ കാര്യം എടുത്താൽ ഇതാ സ്ഥിതി. ഓരോന്നും വിവരിച്ച് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആരെടുത്താലും, സോക്രട്ടീസിൻ്റെ എടുത്താൽ ഇത് തന്നെയാണ്. ഈസ്കിലസിൻ്റെ കാര്യം, യൂറിപ്പിഡിസിൻ്റെ കാര്യം, അരിസ്റ്റോഫനിസിൻ്റെ കാര്യം, അതുപോലെ അഗസ്റ്റസ് സീസർ, ജൂലിയസ് സീസർ, മാർക്ക് ആൻ്റണി, ക്ലിയോപാട്ര, ബുദ്ധനാകട്ടെ, വർദ്ധമാന മഹാവീരനാകട്ടെ, ആരുമാകട്ടെ, ഇവരുടെയൊക്കെ ചരിത്രരേഖകൾ നമ്മൾ അന്വേഷിച്ച് പോയാൽ 300, 400, 500, 1000 വർഷം കഴിഞ്ഞിട്ടൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വസിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതെല്ലാം ഇവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എഴുതിയത് അത് വിശ്വസിക്കാൻ പറ്റില്ല. സമകാലീനമായ രേഖകളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരുടെ ഒരു ചതിയുണ്ട്, ഒരു വഞ്ചനയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഈ ജോസീഫസിൻ്റെ പുസ്തകം ക്രിസ്ത്യാനികളാണ് പകർപ്പെടുത്ത് സൂക്ഷിച്ചത്. യഹൂദന്മാർ ചെയ്തില്ല, അവർക്ക് ജോസീഫസിനോട് വെറുപ്പായിരുന്നു. റോമാക്കാരും ചെയ്തില്ല. ഈ ക്രിസ്ത്യാനികളാണ് യഹൂദ പഴമ അതുപോലെയുള്ള ജോസീഫസിൻ്റെ എല്ലാ പുസ്തകങ്ങളും പകർപ്പെടുത്ത് സൂക്ഷിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അതിൽ തിരുത്തൽ വരുത്തി. അതിലുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ബാക്കിയുള്ള അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലെ മറ്റ് സമകാലീനരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ എടുത്തിട്ട് പറയുകയാണ് ഇതിനകത്തൊന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇത് നമുക്ക് യേശുക്രിസ്തു എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജീവിച്ചിരുന്നെങ്കിൽ എഴുതണ്ടേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ ആരാണ് കോപ്പി എടുത്ത് സൂക്ഷിച്ചതെന്ന് അറിയാമോ?
നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ജോസീഫസിൻ്റെ പുസ്തകം മാത്രമല്ല, സകല ഗ്രീക്ക്, റോമൻ, ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ടതും ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടതായ എല്ലാ പുസ്തകങ്ങളും പകർപ്പെടുത്ത് സൂക്ഷിച്ചത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ പകർപ്പെടുത്ത് സൂക്ഷിച്ച ജോസീഫസിൻ്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണം വരുമ്പോൾ പറയും ഇത് ക്രിസ്ത്യാനികൾ തിരികെ കയറ്റി. അതേ ക്രിസ്ത്യാനികൾ പകർപ്പെടുത്ത് സൂക്ഷിച്ച മറ്റ് പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചില്ലെങ്കിൽ പറയും ഇതിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചില്ലാന്ന്. എന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്നത് ഇരട്ടത്താപ്പാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെ തിരുത്തലുകൾ വരുത്തുന്നവരായിരുന്നെങ്കിൽ അവർക്ക് മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും തിരുത്തൽ വരുത്തിക്കൂടായിരുന്നോ? ജോസീഫസിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള പുസ്തകത്തിൽ അവർക്ക് തിരികെ കയറ്റിക്കൂടായിരുന്നു. അവർ കയറ്റിയില്ലല്ലോ. അപ്പോൾ ക്രിസ്ത്യാനികൾ അങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ ആ പുസ്തകത്തിൽ എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ പകർപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യാതൊരു പരാമർശങ്ങളും ഇല്ലാത്ത ധാരാളം പുസ്തകങ്ങൾ കാണുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശങ്ങളുള്ള പുസ്തകങ്ങളും. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ പറയുന്ന റോമൻ എഴുത്തുകാരെന്ന് പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും എഴുത്തുകാരുടെ കുറേ ലിസ്റ്റ് അങ്ങ് ഇടും. എന്നിട്ട് പറയുന്നത് ഇവരാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കുറേയൊക്കെ നുണയാണ്. കാരണം അതിനകത്ത് അവർ ആ ലിസ്റ്റിലുള്ള പല ആൾക്കാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളവരാണ്. ടാസിറ്റസ് എഴുതിയിട്ടുണ്ട്, സ്യൂട്ടോണിയസ് എഴുതിയിട്ടുണ്ട്, ലൂഷ്യൻ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ട്, ചെറിയ പ്ലിനി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ പല പുസ്തകങ്ങളിലും എഴുതിയിട്ടില്ല എന്നുള്ളത് ശരിയാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് ഇവരിൽ പലരും ചരിത്രകാരന്മാരായിരുന്നില്ല. എഴുത്തുകാരാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ചരിത്രകാരന്മാരായിരുന്നില്ല. നമ്മൾ ചില ആളുകളെ നോക്കാം, ഈ അദ്ദേഹം ജീവിച്ചിരുന്നത് AD 95 മുതൽ 165 വരെയുള്ള കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങളില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം എഴുതിയത് BC 133 മുതൽ BC 35 വരെയുള്ള ആ കാലഘട്ടത്തിലെ ചരിത്രമാണ്. യേശു ക്രിസ്തു AD-യിലാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനും ഒരു 10-70 വർഷം മുമ്പുള്ള ചരിത്രം വരെ എഴുതിയിട്ട് അദ്ദേഹം നിർത്തി. റോമിൻ്റെ ചരിത്രം അവിടെയും വരെ എഴുതിയിട്ടുള്ളൂ, പിന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് അബദ്ധമാണ്. അത് വസ്തുതക്ക് നിരക്കുന്നതല്ല അത്. അതുപോലെ അടുത്തത് ഏരിയൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം സമകാലീനമായ ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയല്ല ഏരിയൻ. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് അലക്സാണ്ടർ, നേരത്തെ പറഞ്ഞു ഏരിയനും പ്ലൂട്ടാർക്കുമാണ് അലക്സാണ്ടറുടെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയത്. അദ്ദേഹവും അതുപോലെ തന്നെ പഴയ കാലത്തെ എഴുതിയത്, പാർത്തീരുടെയും അതുപോലെ അലക്സാണ്ടറുടെയും ഒക്കെ ചരിത്രമാണ് എഴുതിയത്, അല്ലാതെ സമകാലീനമായ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടില്ല. ഇനി അടുത്തത് കൊളുമുല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എഴുത്തുകാരനാണെങ്കിലും ചരിത്രകാരനല്ല. അദ്ദേഹം എഴുതിയത് കൃഷിയെക്കുറിച്ചാണ്. കൃഷി സംബന്ധമായ കാർഷിക വൃത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി ഫ്ലോറസ് ലൂസിയസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം സമകാലീനമായ ചരിത്രം എഴുതിയ ആളാണെങ്കിലും പക്ഷേ എഴുതിയത് യുദ്ധചരിത്രങ്ങളായിരുന്നു. അദ്ദേഹം എഴുതിയ യുദ്ധചരിത്രമാണ്, അല്ലാണ്ട് ഈ പലസ്തീൻ്റെ ചരിത്രമൊന്നുമല്ല, യുദ്ധ ചരിത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം എഴുതാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വാളെടുക്കുന്നവരുടെ ചരിത്രം മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, യുദ്ധചരിത്രം എഴുതിയ ആളാണ്. ഇനി ജൂവനൽ എന്ന് പറയുന്ന അദ്ദേഹം ചരിത്രകാരനല്ല, എഴുത്തുകാരനാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം എഴുതിയത് പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളാണ്. അടുത്തത് പൗസാനീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അദ്ദേഹം ചരിത്രകാരനല്ല, അദ്ദേഹം ടൂറിസ്റ്റ് ഗൈഡാണ് എഴുതിയത്. ഗ്രീസിലേക്കുള്ള യാത്രാപഥങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ഇനി ക്വിൻറ്റിലിയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ചരിത്രകാരനല്ല, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയത്. ഇനി വലേറിയസ് മാക്സിമസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം എഴുതിയത് പ്രഭാഷണ കലയെക്കുറിച്ച്, പ്രസംഗകലയെക്കുറിച്ചും അലങ്കാരശാസ്ത്രത്തെക്കുറിച്ചാണ്. അദ്ദേഹം ചരിത്രകാരനായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എഴുത്തുകാരന്മാരായിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ ചരിത്രകാരന്മാരായിരുന്നില്ല. എഴുത്തുകാരന്മാരായതുകൊണ്ട് എല്ലാവരും ചരിത്രകാരന്മാരാവണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന MT വാസുദേവൻ നായർ, അദ്ദേഹം പിണറായി വിജയനെക്കുറിച്ചോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മോഹൻലാലിനെ മമ്മൂട്ടിയെക്കുറിച്ചോ ഒന്നും എഴുതിയില്ല എന്നുള്ളത് കൊണ്ട് അവരാരും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മേഖല അതല്ല, അദ്ദേഹം വേറൊരു കാര്യമാണ് എഴുതുന്നത്. അപ്പോൾ ചരിത്രകാരന്മാരായ വ്യക്തികളല്ലാത്തവരെയൊക്കെ പിടിച്ച് ലിസ്റ്റിലിട്ടിട്ട് ഇവർ പറയുകയാണ് ഇവരാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ഈ നിരീശ്വരമതം വളർത്താൻ വേണ്ടി നിരീശ്വരമതത്തിൻ്റെ പ്രവാചകനും പ്രചാരകനുമായിരുന്ന ഇടമറുക് കള്ളം പറയുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ കുറേ ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ്. ഇനി നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമകാലീനരായ ആളുകൾക്ക്, അന്നത്തെ ചരിത്രകാരന്മാർക്ക് അല്ലെങ്കിൽ ബൈബിളിന് പുറത്തുള്ള ആളുകൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതേണ്ട യാതൊരു ആവശ്യവും അവർക്കുണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ കണ്ണിൽ ആ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് യേശു ക്രിസ്തു അവർക്ക് ആരുമല്ല.
ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ പരിഗണിക്കുന്നത് ഏറ്റവും നികൃഷ്ടരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കുകയില്ല, ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ അനുഗ്രഹിച്ചിട്ട് പോകും, കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കുഞ്ഞാടിനെ പോലെ ചാവാൻ നിന്ന് കൊടുക്കുന്നവർ. അപ്പോൾ റോമാക്കാരുടെ കണ്ണിലൊക്കെ ആണത്തമില്ലാത്ത വർഗം, അങ്ങനെയാണ് അവർ പരിഗണിച്ചിരുന്നത്. ഇനി അവരുടെ നേതാവായിരിക്കുന്ന ക്രിസ്തു ആണെങ്കിലോ യേശു ആണെങ്കിലോ റോമാക്കാർ ഏറ്റവും നീചമായതായി പരിഗണിക്കുന്ന ക്രൂശ് മരണം വരിച്ച വ്യക്തി, നികൃഷ്ടമായൊരു മരണമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെയൊക്കെ ജീവചരിത്രം എഴുതാൻ ആരാണ് താല്പര്യപ്പെടുക? ആർക്കും അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഇനി അവരങ്ങനെ എഴുതിയെന്ന് വെച്ചോ, ബൈ ചാൻസിന് ഇപ്പോൾ എഴുതിയെന്ന് വെച്ചോ, എഴുതിയാൽ തന്നെ ഇതിന് ഇവരെന്ത് വിലയാണ് കൊടുക്കുക? ഈ നിരീശ്വര മതക്കാർ അവരുടെ ജീവചരിത്രം ആ കൃതികൾക്ക് എന്ത് വില കൊടുക്കും? കാരണം നാം ക്രോണോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ക്രിസ്തു മരിച്ച ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് യഹൂദിയയിൽ നിന്ന് സുവിശേഷം പുറത്തേക്ക് പോകുന്നത്, ശമരിയയിലേക്ക് എത്തുന്നു. 9-10 വർഷത്തിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് റോമിലേക്ക് എത്തുന്നത്. ആ സമയത്തൊക്കെ ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമായിട്ടേ അവിടെ ഉള്ളൂ, അവരാരും ഇതിനെ പരിഗണിക്കുന്നില്ല. ഏകദേശം 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഇത് ഇത്തിരി ഗൗരവാർഹമായ നിലയിൽ ഇവരെ കാണാൻ തുടങ്ങുന്നത്. ആൾക്കാരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്, ക്രിസ്ത്യാനികളുടെ സംഖ്യ വർദ്ധിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണെന്ന് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അടുത്ത തലമുറ കഴിഞ്ഞു കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു മരിച്ച അടുത്ത തലമുറയായി, അടുത്ത നൂറ്റാണ്ടായി, 2-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്ത് റോമിൽ നിന്ന് ഇവർ പലസ്തീനിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഒരു ജീവചരിത്രം എഴുതിയാൽ തന്നെ ഇവരെന്ത് വില കൊടുക്കും? ഇവർ പറയും ഇതൊന്നും ദൃക്സാക്ഷി വിവരണമല്ല, നൂറ്റാണ്ട് 1 കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരൊക്കെ എഴുതി വെച്ചതല്ലേ, ഇതിനൊക്കെ എന്ത് വിലയുണ്ടെന്നേ അവർ ചോദിക്കുകയുള്ളൂ. കാരണം ആ കാലഘട്ടത്തിൽ തന്നെ, ആ തലമുറയിൽ തന്നെ ജീവിച്ചിരുന്ന ജോസീഫസിൻ്റെ എഴുത്തിനെ അവർ വിശ്വസിക്കുന്നില്ല. പിന്നെയാണോ അടുത്ത തലമുറയിൽ നിന്ന് വരുന്ന ഒരാളുടെ എഴുത്ത്? അപ്പോൾ ഇങ്ങനെ ഇവർ ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് യുക്തിപരമായിട്ട് നിലനിൽക്കുന്ന വാദങ്ങളല്ല ഇത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വീണ്ടും ഇവർ പറയുകയാണ്, അടുത്ത ഇവർ പറയാണ് 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും റോമൻ ചരിത്രകാരന്മാരിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളവർ കേവലം 1-2 പാരഗ്രാഫുകളിൽ മാത്രമേ യേശു ക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുന്നുള്ളൂ. അവരുടെ വാദമാണ്. യേശു ക്രിസ്തു അവരുടെ കണ്ണിൽ ഇന്ന് യേശു ക്രിസ്തുവിന് ഇന്നുള്ളതുപോലെ തന്നെ വില അന്നുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇന്ന് ലോകത്ത് പകുതിയോളം വരുന്ന ഒരു ജനവിഭാഗം ആരാധിക്കുന്നു യേശു ക്രിസ്തുവിനെ. അതേ ലെവലിലാണ് അക്കാലഘട്ടത്തിലും പരിഗണിച്ചിരുന്ന അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളൊരു പുസ്തകം എഴുതുമ്പോൾ എന്തുദ്ദേശത്തിലാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മൾ ആദ്യം അറിയണം. കാരണം അത് ശരിയായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഇവരെന്താണ് നമ്മളോട് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാകുന്ന വിധത്തിൽ. അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന് നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. NK ജോസ് എന്ന് പറയുന്ന വ്യക്തി, ദളിത് ബന്ധു NK ജോസ് എഴുതിയ ഒരു ജീവചരിത്രം അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയുണ്ട്. അപ്പോൾ തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം എഴുതിയ അയ്യങ്കാളിയുടെ ജീവചരിത്രമല്ല. അവർ തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെക്കുറിച്ച് എഴുതുകയാണ്, അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, അതിൻ്റെ വികാസത്തെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ. ഇതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും വരച്ച് കാണിച്ചിരിക്കുമ്പോൾ സമകാലീനമായ മറ്റ് രേഖകളിൽ 1-2 പാരഗ്രാഫുകളിൽ പരാമർശമേ ഉള്ളൂ. കാരണം അവരെഴുതുന്നത് വേറെ ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ യഹൂദപ്പഴമ എന്ന് പറയുന്ന ഗ്രന്ഥം യഹൂദന്മാരുടെ ചരിത്രമാണ് ജോസീഫസ് എഴുതുന്നത്. യഹൂദന്മാരുടെ ആദ്യം മുതലേയുള്ള ചരിത്രം. ഇവർ പറയുന്ന വേറൊരു വിഷയമുണ്ട്, അത്ഭുതങ്ങളെക്കുറിച്ചുള്ളതാണ്. അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിനെ ഇവർ പറയുന്ന, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ന്യായം, അത്ഭുതങ്ങൾ, യേശുക്രിസ്തു ധാരാളം അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്ന സംഗതിയൊന്നും ഇല്ലാത്തതാണ്. അത്ഭുതങ്ങളില്ല, മിറാക്കിൾസ് ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് ഈ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ജീവചരിത്രങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്ന വാദം ഇങ്ങനെയാണ്: അലക്സാണ്ടറും സോക്രട്ടീസും അതുപോലെ ബുദ്ധനും അരിസ്റ്റോട്ടിലും ഒക്കെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം അവർ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവർ സാധാരണ മനുഷ്യരായിരുന്നു, അവർ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് നോക്കിയാൽ അത്ഭുതങ്ങൾ ചെയ്തതായിട്ടല്ലേ പറയുന്നത്, അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇവിടെ ഈ വാദത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം ബുദ്ധൻ അത്ഭുതം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അബദ്ധമാണ്,
നമ്മൾ നോക്കിയാൽ ബുദ്ധനെക്കുറിച്ച് പാലി ഭാഷയിൽ എഴുതപ്പെട്ട ദിഘനിഘായ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അടുത്ത ക്ലിപ്പ് നോക്കി പറ. ദിഘനിഘായ, അത് ദ ലോങ് ഡിസ്കോഴ്സസ് ഓഫ് ബുദ്ധ എന്ന പേരിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പരിഭാഷയുണ്ട്. ആ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ബുദ്ധൻ്റെ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുദ്ധൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ബുദ്ധൻ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ബുദ്ധൻ മറുപടിയായിട്ട് അയാളെ വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധൻ ശാസിക്കുകയാണ്. ബുദ്ധൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരെ ബുദ്ധൻ വിഡ്ഢി എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ നിരീശ്വര മതക്കാരെല്ലാം പറയുന്നത് ബുദ്ധൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ്. ബുദ്ധൻ്റെ വാക്കനുസരിച്ച് അവർ വിഡ്ഢികളാണെന്നാണ് അർത്ഥം. ഏതായാലും ബുദ്ധൻ അത്ഭുതം ചെയ്തിട്ടുണ്ടെന്നാണ് ആ കൃതിയിൽ പറയുന്നത്. അതൊക്കെ അവർക്ക് വിശ്വസിക്കാം. ബുദ്ധൻ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. എന്നാൽ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ശരിയായിട്ടൊന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അനുദിന ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ അത്ഭുതങ്ങൾക്കൊക്കെ ശാസ്ത്രീയമായ വിശദീകരണം ഉള്ളതുകൊണ്ട് ഇത് അത്ഭുതമായിട്ട് നമുക്ക് തോന്നുകയില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക്, നമുക്കറിയാം, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. ആ പ്രകൃതി നിയമത്തെ ലംഘിച്ചുകൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളെ ആരെങ്കിലും അതിലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്കത് അത്ഭുതമായിട്ട് തോന്നും. പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ വിധത്തിൽ ആരെന്ത് പ്രവർത്തിച്ചാലും നമുക്കതിൽ അത്ഭുതം തോന്നില്ല. അത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷേ പ്രകൃതി നിയമത്തെ ഒരാൾ ലംഘിക്കുകയാണെങ്കിൽ നമുക്കത് അത്ഭുതമായിട്ട് തോന്നും. അത്ഭുതം എന്ന് പറയുന്നത് അതാണ്, പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നൊരു ഉദാഹരണം, യേശുക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു എന്ന് പറയുന്നില്ലേ? വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ലംഘനമല്ലേ? അത് സാധ്യമാണോ? ഒരു പ്രകൃതി നിയമത്തെ ലംഘിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ കാര്യം തന്നെ നമ്മളെടുക്കാം. ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത് ഭൂമി അതിൻ്റെ എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഗുരുത്വാകർഷണ നിയമം. പക്ഷെ നമ്മൾ നോക്കിയാൽ ഒരു ലിഫ്റ്റിൽ കയറി ഒരു മനുഷ്യൻ മുകളിലേക്ക് പോവുകയാണെന്ന് വെച്ചു, അയാൾ എന്താ ചെയ്യുന്നത്? ഗുരുത്വാകർഷണ നിയമത്തെ അതിലംഘിച്ചുകൊണ്ടാണ് പുള്ളി പോകുന്നത്. ശരി, താഴോട്ടല്ലേ വരേണ്ടത്, താഴോട്ടല്ല, പുള്ളി മുകളിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ വിമാനം പൊന്തുന്നത്, ശൂന്യാകാശത്തിലേക്ക് ആളുകൾ പോകുന്നത്, ഒരു പക്ഷി പറക്കുന്നത്, ഇതൊക്കെ ഗുരുത്വാകർഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതിന് നമുക്ക് ശാസ്ത്രീയ വിശദീകരണമുണ്ട്. ശാസ്ത്രീയ വിശദീകരണം ഉള്ളതുകൊണ്ട് നമുക്കിത് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിധത്തിലുണ്ട്. ഇപ്പം മുകളിൽ നിന്നൊരു വസ്തു താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് അത് താഴെ വീഴണം, അല്ലേ? ഭൂമിയിൽ അത് പതിക്കണം, അത് താഴെ വീഴണം. പക്ഷെ നമ്മളിടയിൽ കൈവച്ചതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീഴുന്നില്ല. അപ്പോൾ മറ്റൊരു വിധത്തിലും നമ്മളതിനെ ലംഘിക്കുകയാണ്, ആ നിയമത്തെ ലംഘിക്കുകയാണ്. അപ്പോൾ ഒരു യന്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒരു പക്ഷിക്കോ ആർക്ക് വേണമെങ്കിലും ലംഘിക്കാൻ പറ്റുന്നതാണ് ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിയമം സ്ഥാപിച്ച സർവശക്തനായ ദൈവം തമ്പുരാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന സമയത്ത് അവന് ഈ നിയമം ലംഘിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണ് ഉള്ളത്? എന്ത് യുക്തിയാണ് അതിനുള്ളത്? ഒരു യുക്തിയും ഇല്ല. അത്ഭുതങ്ങളൊക്കെ സംഭവമാണ്. ദൈവം തമ്പുരാൻ കാരണം അവനാണ് നിയമത്തെ സ്ഥാപിച്ചത്. ദൈവം ആ നിയമത്തിന് പുറത്താണ്. ദൈവം ഈ ഭൂമിയിൽ അവൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടവനല്ല. അവൻ ഇമ്മെറ്റീരിയലാണ്, അഭൗതിക വസ്തുവാണ്, ആത്മാവാണ്. അവൻ ഈ നിയമത്തിന് പുറത്താണ്. അവൻ ഈ നിയമത്തെ ലംഘിക്കാനായിട്ട് സാധിക്കും. അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇനി ഇവർ പറയുന്ന വേറെ ഒരു വാദം അത്ഭുതങ്ങളുടെ കാര്യത്തിൽ തന്നെ നമുക്കൊന്ന് നോക്കാനുള്ളതാണ്. ഇവർ പറഞ്ഞ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പലവിധമായ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുപോലെയുള്ളൂ, അതൊക്കെ കെട്ടുകഥകളാണ്. വായിക്കുമ്പോൾ തന്നെ അറിയാം അത് കെട്ടുകഥകളാണ്. ആ കെട്ടുകഥകൾ പോലെ തന്നെയേ ഉള്ളൂ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും. അതിന് യാതൊരു ആധികാരികതയും ഇല്ലെന്നാണ്. അത് ബൈബിളിനെ കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ പറയുന്നതാണ്. കാരണം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ലോകത്തിലെ ഒരു മതഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതങ്ങളോട് തുല്യമായിട്ടുള്ളതല്ല. അത് വ്യത്യസ്തമാണ്, അത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ഈ ഒരു ന്യായം പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അത്ഭുത സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യർ അവർ ജീവനോടിരിക്കുന്ന സമയത്ത്, ഈ അത്ഭുതങ്ങൾ ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ നന്മ അനുഭവിച്ച മനുഷ്യർ ജീവനോടെ ഇരിക്കുന്ന സമയത്താണ് ഇതെഴുതി പ്രസിദ്ധീകരിക്കുന്നത്. ഇവർ പ്രസംഗിച്ചുകൊണ്ട് നടന്നു കുറേ നാൾ, പിന്നീടാണ് എഴുതുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരം ഇവർ എഴുതിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അതിനെതിരെ പുസ്തകങ്ങൾ വരും.
കാരണം യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിലല്ലേ അദ്ദേഹം ജീവിച്ചിരുന്നത്, മരിച്ചിട്ട് അധികം കാലമൊന്നും ആയില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് 100 കണക്കിന് പുസ്തകങ്ങൾ വരുമായിരുന്നു. പക്ഷെ ഒരു പുസ്തകം പോലും അങ്ങനെ വന്നിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഈ അമാനുഷിക പ്രവൃത്തികൾക്കെതിരായി 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ യാതൊരു പുസ്തകവും ഉണ്ടായിട്ടില്ല. 3-ാം നൂറ്റാണ്ടിലാണ് ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് വാദവുമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം അത് ദൃക്സാക്ഷികൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എഴുതപ്പെട്ടതാണ്. മതഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അതൊരു ഐതിഹ്യമാണെന്ന് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ പറയും. ഇത് മിത്താണ്, ചരിത്രമല്ല എന്ന് അവർ തന്നെ സമ്മതിക്കും. രണ്ടാമത്തെ കാരണം, മതഗ്രന്ഥങ്ങളിലെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് അവരൊരു അമാനുഷികമായ ലോകത്ത് നടക്കുന്ന സാധാരണ സംഭവങ്ങൾ എന്നുള്ള നിലയിലാണ് മതഗ്രന്ഥങ്ങളിൽ അത് അത്ഭുതങ്ങൾ വരുന്നത്. അമാനുഷികമായ ലോകത്ത് സാധാരണ സംഭവങ്ങൾ എന്നുള്ള നിലയിൽ നടക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാഭാരതം, അത് നമുക്കെടുക്കാം. അതിലെ കഥ നടക്കുന്ന ആ ലോകം, അതിലെ പ്രമുഖ കഥാപാത്രങ്ങൾ അതെല്ലാം അമാനുഷികരാണ്, സാധാരണ ലോകമല്ല അത്. ഇപ്പോൾ പാണ്ഡവരുടെ കാര്യം എടുത്താൽ, ദേവന്മാർ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ് പാണ്ഡവരെന്ന്. കൗരവരുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഗാന്ധാരി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മാംസപിണ്ഡമാണ്. ഈ മാംസപിണ്ഡത്തിനെ മുറിച്ച് 101 കഷ്ണമായിട്ട് കിട്ടി, അതിനെ ഓരോ ഭരണിയിലിട്ട് വെച്ചു. പിന്നീട് അതിൽ നിന്ന് ഓരോ കുഞ്ഞുങ്ങളുണ്ടായി വന്നു. അതായത് കഥാപാത്രങ്ങളൊക്കെ അമാനുഷികരാണ്, സാധാരണക്കാരല്ല. ഇനി ദ്രോണാചാര്യർ, അദ്ദേഹത്തിൻ്റെ കാര്യമാണെങ്കിൽ ഭരദ്വാജ മഹർഷിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. ഈ ഭരദ്വാജ മഹർഷി ഒരിക്കൽ കുളിക്കാൻ പോയ സമയത്ത് ഒരു അപ്സര സ്ത്രീയെ കണ്ടു. അദ്ദേഹത്തിന് ഇന്ദ്രിയസ്ഖലനം ഉണ്ടായി. ആ ഇന്ദ്രിയം അദ്ദേഹം ഒരു കുടത്തിൽ സൂക്ഷിച്ചു വെച്ചു. അതിൽ നിന്നാണ് പിന്നീട്, കുടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്കൃതമാണ് ദ്രോണം, ദ്രോണത്തിൻ്റെ മലയാളമാണ് കുടം. അപ്പോൾ ആ ദ്രോണത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ദ്രോണരെന്ന് വിളിക്കുന്നു. ഇനി ദ്രൗപദി, ദൃഷ്ടിദ്യുമ്ന, ശിഖണ്ഡി, ഈ 3 പേര് സഹോദരന്മാരാണ്. അത് ഈ ദ്രോണരോടുള്ള പക കാരണം പാഞ്ചാല രാജാവായ ദ്രുപദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു 18 മാസം നീണ്ടു നിൽക്കുന്നൊരു ഹോമമൊക്കെ നടത്തി. ആ ഹോമകുണ്ടത്തിൽ നിന്ന് അവസാനം തീയിൽ നിന്ന് വന്നവരാണ് ദ്രൗപദിയും ദൃഷ്ടിദ്യുമ്നും ശിഖണ്ഡിയും. അപ്പോൾ ഇങ്ങനെ അമാനുഷികമായ ഒരു ലോകത്തെ, അതിനകത്തുള്ള ആളുകളെല്ലാം അമാനുഷികരാണ്, എല്ലാമല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരായ ആളുകളൊക്കെ അമാനുഷികരാണ്. അങ്ങനെ അമാനുഷികരായ ആൾക്കാർ ചെയ്യുന്ന സാധാരണ സംഭവം എന്നുള്ള നിലയിലാണ് അതിലൊക്കെ അത്ഭുതങ്ങൾ കാണുന്നത്. അത് നിങ്ങൾ ഗ്രീക്ക് മിത്തോളജി എടുത്താലും ഇതൊക്കെ തന്നെ കാണാം. ഹെർക്കുലീസ് പോലെയുള്ള ആൾക്കാരൊക്കെ അമാനുഷികരാണ്. അപ്പോൾ അവിടെ നടക്കുന്ന സാധാരണ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു അത്ഭുതമൊന്നുമില്ല, ആശ്ചര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു സാധാരണ സംഭവം എന്നുള്ള നിലയിൽ എല്ലാവരും വിടുകയാണ്. എന്നാൽ സുവിശേഷങ്ങളിൽ അങ്ങനെയുള്ളൊരു കഥയല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലുള്ളത് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ സാധാരണ മനുഷ്യരാണ്. അതിനകത്ത് സുവിശേഷങ്ങൾ നമ്മൾ നോക്കിയാൽ അതിനകത്തുള്ളത് പ്രകൃതി നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ പ്രകൃതി നിയമത്തിന് അതീതമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ ആശ്ചര്യപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ പല പ്രവൃത്തികളും കാണുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ജനം വിസ്മയിച്ചു, അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ യഥാർത്ഥ ലോകത്ത് നടക്കുന്ന സൂപ്പർ നാച്ചുറലായ സംഭവമാണ് സുവിശേഷത്തിൽ വിവരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മറിയയോട് വന്നിട്ട് ദൂതൻ പറയുന്നുണ്ട്, നീ കന്യകയായിരിക്കുന്ന മറിയയോട് പറയാണ്, നീ ഒരു മകനെ പ്രസവിക്കുമെന്ന്. മറിയയുടെ മറുപടി എന്താണ് അവിടെ വായിക്കുന്നത്? ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ്. കാരണം മറിയ സാധാരണ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ ഒരു ലോകത്ത് ജീവിക്കുന്നവളാണ്. അവളുടെ ചുറ്റുപാടുമുള്ളവരെല്ലാവരും അങ്ങനെയുള്ളവരാണ്. ഇന്ന് വരെ ഒരു പുരുഷനെ അറിയാത്തൊരു സ്ത്രീ പ്രസവിച്ചതായിട്ട് അവൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണത്. ഇനി ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലൊക്കെ ജനം അത്ഭുതപ്പെടും, ഇവന് ഈ വീര്യപ്രവൃത്തികളൊക്കെ എവിടെ നിന്ന് കിട്ടി, ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്നാ. അപ്പോൾ സാധാരണ ലോകത്ത് നടക്കുന്ന അസാധാരണ സംഭവമായിട്ട്, എന്ന് വെച്ചാൽ പ്രകൃതി നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ബൈബിൾ അതാ ചെയ്യുന്നത്. പ്രകൃതി നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. അതല്ലാതെ അമാനുഷികമായ ലോകത്ത്, കെട്ടുകഥകൾ എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന വിധത്തിൽ അമാനുഷികമായ ലോകത്ത് അമാനുഷികമായ ആൾക്കാർ ചെയ്യുന്ന സാധാരണ പ്രവൃത്തിയായിട്ടല്ല ബൈബിളിലെ സുവിശേഷ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല, മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ അത് നിർവഹിച്ചു കൊടുക്കുന്നതായിട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മറ്റ് മതഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അതിലെ ദേവീദേവന്മാരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ് അവിടെ പലപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥത്തിലേക്ക് പോയാൽ അവിടെ ഹദീസുകളും ഖുറാനും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണുന്നൊരു സംഭവമുണ്ട്. ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ മക്കയിലുള്ള ഖുറൈശികൾ വന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദേ, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ളതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ്
തരണം, നീ പ്രവാചകനാണെന്നുള്ളതിനൊരു തെളിവ് താ എന്ന് പറഞ്ഞു. ഈ കാര്യം സൂറ 54:1 പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, മുഹമ്മദ് എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം പൂർണ്ണചന്ദ്രനുള്ള ദിവസമായിരുന്നു, അദ്ദേഹം ചന്ദ്രനെ പിളർത്തിയത്രേ. ചന്ദ്രൻ 2 കഷ്ണമായി പോയി എന്നാണ് ഹദീസിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു. എൻ്റെ ചോദ്യം, ഈ ചന്ദ്രനെ പിളർത്തിക്കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ലഭിച്ചത്? വെറുതെ താൻ പ്രവാചകനാണെന്ന് കാണിക്കാൻ, ശക്തി കാണിക്കാൻ വേണ്ടി ചെയ്ത അത്ഭുതം, അത്രയേ ഉള്ളൂ. പക്ഷെ ബൈബിളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഒരിക്കലും യേശു ക്രിസ്തു ഞാൻ ശക്തനാണെന്ന് കാണിക്കാൻ അത്ഭുതം ചെയ്തിട്ടേ ഇല്ല. നമ്മൾ മത്തായി 12:38 അവിടെ വായിക്കുന്നുണ്ട്. ചിലർ വന്നിട്ട് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളവനാണ് തെളിയിക്കാൻ വേണ്ടി നീ ഒരു അത്ഭുതം ചെയ്യ്, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോൾ യേശു ക്രിസ്തു ചെയ്തില്ല. കർത്താവ് എന്താ പറഞ്ഞ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുക. എന്നിട്ട് പറഞ്ഞ് യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ വേറെ അടയാളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതേ യേശു ക്രിസ്തുവിന് മുമ്പാകെ കുഷ്ഠരോഗികളായ ആൾക്കാർ വന്നപ്പോൾ അവൻ കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തു. മരിച്ചവരുടെ ശവമഞ്ചം പോകുന്ന കണ്ടപ്പോൾ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. കുരുടരും മുടന്തരും ഊമരുമൊക്കെ വന്നപ്പോൾ, ബധിരരുമൊക്കെ വന്നപ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തു. ഇതൊക്കെ ചെയ്തു. അപ്പോൾ ബൈബിളിലെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി ചെയ്തു കൊടുത്തതായിട്ടാണ് നാം കാണുന്നത്. അല്ലാതെ തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കെട്ടുകഥ എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഇത് ചരിത്ര വസ്തുതകളാണ്, ചരിത്രപരമായിട്ട് ഇത് നിലനിൽക്കുന്നതാണ്. ഇനി ഇവർ പറയുന്ന വേറെ ഒരു ചോദ്യമുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ അവതരണം അവസാനിപ്പിക്കുകയാണ്. അവർ പറയുന്നത്, മനുഷ്യന് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പണ്ട് എഴുതി വെച്ചെന്ന് പറഞ്ഞ് അതിനെ ചരിത്രരേഖയായി കണക്കാക്കാൻ ചിന്താശേഷിയുള്ളവർക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. ഇതൊക്കെ ഫേസ്ബുക്കിൽ ഞങ്ങൾ നേരിട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്ന സമയത്ത്. ഈ അത്ഭുതങ്ങളും ഇതൊക്കെ എങ്ങനെ ഒരു ചിന്താശേഷിയുള്ള മനുഷ്യന് എങ്ങനെ ഇത് വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റുന്നതെന്നാണ് ചോദ്യം. ഇതൊന്നും ചരിത്രരേഖയല്ല, ഇതെല്ലാം മിത്തുകളാണെന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ, അടുത്തൊരു വീഡിയോ ആണ് ബ്രദറെ, അതൊന്ന് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അടുത്തത് മിഖായേൽ ലോറ്റിറ്റോ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇരുമ്പ് തിന്നുന്ന ആളാണ്. Mr. Eats It All. Born in 1950, Michael Lotito was a French entertainer known as Monsieur Mantoux, or Mr. Eats All, who was able to eat things that would kill a normal person, let alone destroy their teeth. Lotito ate metal, glass, and rubber. He ate 18 bicycles, a Cessna aircraft, 2 beds, 1 coffin, and 15 television sets. What made Lotito able to do this? The lining of his stomach and intestinal tract was thicker than the normal human, along with having powerful digestive juices. He died of natural causes in 2007. ഇദ്ദേഹം ഇരുമ്പ് തിന്നുന്ന ആളാണ്. 18 സൈക്കിൾ അദ്ദേഹം തിന്നിരുന്നിട്ടുണ്ട്. 18 സൈക്കിള്, 15 ടെലിവിഷൻ, 2 കട്ടിൽ, ഒരു ശവപ്പെട്ടി, ഒരു കമ്പ്യൂട്ടർ, പിന്നെ ഒരു വിമാനവും അദ്ദേഹം തിന്നു. അതൊക്കെ വർഷങ്ങളെടുത്തു, പക്ഷെ തിന്നതാ. ഇതുപോലത്തെ വേറെ ഉണ്ട്. ഇനി ഇത് ചില്ല് തിന്നുന്ന നമ്മുടെ ഇന്ത്യക്കാരനാണ്, കൃഷ്ണ സൂര്യവംശി എന്നാണ് പേര്. അദ്ദേഹം കുപ്പിയും ഗ്ലാസും ഒക്കെ തിന്നും, ചില്ലുകൾ തിന്നുന്ന ആളാണ്. Somewhere in there, it's a little genius going on. I don't consider myself blind. Ain't nothing wrong with me. Ben has no guide dog and never uses a white cane. He's not even using his hands. Instead, he sees with sound. He makes a sharp click which bounces back off nearby objects.
Amazingly, Ben's ears pick up the echoes and he can precisely locate where things മതി are. ബ്രദർ, മതി നിർത്തിയോ, Impossible for him. And it's not. മതി ബ്രദർ നിർത്തിയോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാഴ്ച ചെറുപ്രായത്തിലെ ക്യാൻസർ വന്ന് പോയതാണ്. ഇദ്ദേഹത്തിന് എക്കോലൊക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ വവ്വാലുകളൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശബ്ദം വിട്ടിട്ട് അത് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടി അതിൻ്റെ പ്രതിധ്വനി പിടിച്ചെടുത്ത് അവിടെ ഒരു വസ്തു അതിൻ്റെ വലിപ്പം ഇത്രയാണ്, അല്ലെങ്കിൽ അത് ചലിക്കുന്ന വസ്തുവാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വവ്വാലുകൾ സഞ്ചരിക്കുന്നത്. ഒരു ചെറിയ ഈച്ച പോയാൽ പോലും അതിന് മനസ്സിലാവും. വലിയ വസ്തുവായാലൊക്കെ അതിന് കണ്ടുപിടിക്കാൻ പറ്റും. എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഒരു സംഗതിയാണത്. ആ കാര്യം ലോകത്ത് ഇതുവരെ അറിയപ്പെടുന്നതിൽ ഈ കുട്ടിക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ. ഇവന് ചെറുപ്രായത്തിൽ ക്യാൻസർ വന്ന് കണ്ണുപോയി, പിന്നെ എക്കോലൊക്കേഷൻ എന്ന് പറയുന്ന സംഗതി കിട്ടി. അതോടുകൂടി നമ്മളൊക്കെ സാധാരണക്കാർ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റി. പിന്നെ മരിച്ചുപോയി, ക്യാൻസർ വന്ന് പിന്നെ മരിച്ചു. സാധാരണക്കാർ ചെയ്യുന്നത് പോലെ തന്നെയുള്ള എന്തൊരു പ്രവൃത്തിയും അദ്ദേഹം പുസ്തകമൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റി. ഇനിയുമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇതുപോലെ നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി നോക്കിയാൽ മതി, സൂപ്പർ നാച്ചുറൽ പവറുള്ള മനുഷ്യരെ കുറിച്ച് കാണാനായിട്ട് പറ്റും. വീഡിയോസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആർക്കും ഇതിൽ സംശയമില്ല. വീഡിയോ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ അംഗീകരിക്കാം, കാരണം അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, 2000 വർഷം മുമ്പാണ് ഇവരെല്ലാം ജീവിച്ചിരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോഴൊന്നുമല്ല, 10,000-2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകളാണ്. അന്ന് വീഡിയോ എടുത്തു വയ്ക്കാൻ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ദൃക്സാക്ഷികളായ ആൾക്കാരെ എഴുതി വയ്ക്കുകയാണ്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരാൾ സ്വയം ഞാൻ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നൊക്കെ അവകാശപ്പെട്ട് വന്നൊരു മതം സ്ഥാപിച്ചു, ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ ഇവരെഴുതി വയ്ക്കുകയാണ്, ദൃക്സാക്ഷികളായ ആൾക്കാർ എഴുതി വയ്ക്കുകയാണ്. ഇരുമ്പൊക്കെ തിന്നുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇരുമ്പ് മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ണ് കാണാത്തവരാണെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ ജീവിച്ചു. ഇദ്ദേഹം ഒരു കോഴിയുടെ തല വെട്ടിക്കഴിഞ്ഞപ്പോൾ ആ കോഴി തലയില്ലാതെ 1.5 കൊല്ലം ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുകയാണ്. ഇന്നത്തെ ഈ നിരീശ്വര മതക്കാർ ഇത് വിശ്വസിക്കുമോ? അവർ വിശ്വസിക്കുമോ? അവർ വിശ്വസിക്കില്ല. അവർ ആ ചരിത്രരേഖ അപ്പാടെ തള്ളിക്കളയും. ഇത് ഒരിക്കലും സംഭവിക്കുകയില്ല. എക്കോലൊക്കേഷൻ എന്ന് പറയുന്നത് അത് മനുഷ്യന് ഒരിക്കലും കിട്ടില്ല. അത് വവ്വാലിന് അതുപോലെ ചില ജീവികൾക്ക് മാത്രമുള്ളതാണ്, മനുഷ്യർക്കില്ല എന്ന് പറഞ്ഞൊരു തള്ളും. തലയില്ലാത്ത കോഴി എന്തുകൊണ്ട് ജീവിക്കില്ല എന്ന ഒരു ശാസ്ത്രീയ വിശദീകരണം തരും. മനുഷ്യൻ ഇരുമ്പ് തിന്നു കഴിഞ്ഞാൽ ആമാശയത്തിനകത്ത് അത് എങ്ങനെ ദഹിക്കാതെ കിടക്കുമെന്നുള്ളതിൻ്റെ വിശദീകരണം തരും. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഒരു വിശദീകരണം എടുത്ത് അങ്ങ് തള്ളിക്കളയും. ഇതാണ് ഇവർ ചെയ്യുക. പക്ഷെ അത് ചരിത്രത്തോട് നീതി പുലർത്തുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ഇത് സംഭവിച്ചതാണ്, ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ഒരിക്കലേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മാത്രം, പക്ഷെ ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും? സാധാരണഗതിയിൽ സത്യസന്ധമായ വിധത്തിൽ ചരിത്രാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? അവൻ അന്വേഷിച്ചു പോകും. ഈ കാര്യങ്ങളെല്ലാം ഇത് നടന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണോ എഴുതി വെച്ചത്, അതോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ, പിൽക്കാലത്ത് ആരെങ്കിലും എഴുതിയതാണോ? അപ്പോൾ അറിയാണ് ഇത് നടന്ന കാലഘട്ടത്തിൽ ദൃക്സാക്ഷികളായ ആൾക്കാർ തന്നെ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനെ നമുക്ക് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വീണ്ടും നോക്കും, ഈ കൃതികൾ പിൽക്കാലത്ത് ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ് തിരുത്തിയിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ പകർപ്പെടുത്തു പോകുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ യാതൊരു ലാഭവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാം ഈ രേഖകൾക്ക് അനുകൂലമാണെങ്കിൽ എന്ത് ചെയ്യണം? സത്യാന്വേഷിയായ ഒരു സത്യസന്ധനായ ഒരു ചരിത്രാന്വേഷി അവൻ എന്ത് ചെയ്യണം? ഈ രേഖകൾ അംഗീകരിക്കണം. അതിൽ അയാളെ ദൈവമായി പ്രവാചകനായിട്ട് അംഗീകരിക്കണം എന്നൊന്നുമല്ല പറയുന്നത്, അതിൻ്റെ മാനദണ്ഡം വേറെ, അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നത് അംഗീകരിക്കണം, കാരണം അത് സത്യസന്ധമാണ്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് തള്ളുകയല്ല വേണ്ടത്. അപ്പോൾ അത്ഭുതങ്ങൾ നടന്നതായിട്ട് നമ്മൾ രേഖ കിട്ടുമ്പോൾ നമ്മളിതൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് തള്ളുകയല്ല വേണ്ടത്, അന്വേഷിച്ച് നോക്കണം. ഈ രേഖകളുടെ ആധികാരികത എന്താണ്? ഇത് എഴുതിയത് കൊണ്ട്, സുവിശേഷങ്ങളൊക്കെ എഴുതിയത് കൊണ്ട് ആർക്കെങ്കിലും വല്ല ലാഭം ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് ആർക്കും മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. സുവിശേഷം പറയാൻ പോയോണ്ട് സാമ്പത്തികമായി ഉയർച്ച കിട്ടിയ ഒരാളും ഇല്ല. പൗലോസ് അപ്പോസ്തലനൊക്കെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിന് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ലോകപ്രകാരം നോക്കിയാൽ ലോകപ്രകാരം നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ രേഖകളെല്ലാം ആധികാരികമാണെന്ന് തെളിഞ്ഞാൽ ആ രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ നടന്നു എന്ന് വിശ്വസിക്കണം, അംഗീകരിക്കണം. അതാണ് സത്യസന്ധമായ വിധത്തിൽ ചരിത്രത്തോട് നമുക്ക് എടുക്കാവുന്ന നിലപാട്. എന്നാൽ ഇവിടെ ഈ നിരീശ്വര മതക്കാർ ചെയ്യുന്നത്, ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, ഇതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ്. അത് മുൻവിധിയാണ്.
അവരാദ്യമേ ഒരു മുൻവിധി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ നിരീശ്വര മതക്കാർ ആദ്യമേ ഒരു മുൻവിധി ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആ മുൻവിധി അനുസരിച്ചാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന പരിപാടി. അവരുടെ മുൻവിധിയുടെ തടവുകാരാണ് അവർ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളങ്ങനെ ആകാനും പാടില്ല. ഒരു മുൻവിധിയും ഇല്ലാതെ വേണം സുവിശേഷമൊക്കെ ഏത് ഗ്രന്ഥമായാലും. ഞാനൊക്കെ ഒരു കാലത്ത് നിരീശ്വരവാദിയായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ ആ സമയത്ത് യാതൊരു മുൻവിധിയും ഇല്ലാതെയാണ് ഞാൻ വസ്തുതകളെ വിശകലനം ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത് സത്യമാണെന്ന് മനസ്സിലായി ഇതിലേക്ക് വന്നത്. അപ്പോൾ നിരീശ്വര മതക്കാർ പറയുന്നത് പോലെയൊന്നും അല്ല സംഗതി. നമ്മളിതുവരെ കണ്ടത്, ഇത്രയും നേരം നാം പരിശോധിച്ചെന്ന് മനസ്സിലാകുന്നത്, ഈ സുവിശേഷങ്ങളുടെ ആധികാരികത അത് സത്യസന്ധമാണ്, അത് ചരിത്രപരമായിട്ടുള്ളതാണ്, അത് നിഷേധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന, സുവിശേഷങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് സമാനതകളില്ലാത്തൊരു ചരിത്ര പുരുഷനാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനെപ്പോലെ ജീവിച്ച ഒരുവനില്ല, അവനെപ്പോലെ ജനിച്ച ഒരുവനില്ല, അവനെപ്പോലെ മരിച്ച ഒരുവനില്ല, അവനെപ്പോലെ ഉയർത്തെഴുന്നേറ്റവനുമില്ല. അവൻ നിസ്തുല്യനായിട്ട്, ചരിത്രത്തിൽ നിസ്തുല്യനായിട്ട് നിലനിൽക്കുന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് തള്ളുന്നതിൽ അർത്ഥമില്ല. അത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുൻവിധികളുടെ തടവുകാരാകാതെ സത്യസന്ധമായ വിധത്തിൽ സ്വതന്ത്രമായ മനസ്സോടുകൂടെ കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചരിത്രപരത അംഗീകരിച്ച്, അവൻ്റെ ദൈവത്വം അംഗീകരിച്ച് അവനിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാൻ ഞാൻ ഉപദേശിക്കുകയാണ്, ബുദ്ധി ഉപദേശിക്കുകയാണ്. എനിക്ക് ധാരാളം യുക്തിവാദി സുഹൃത്തുക്കളുണ്ട്, നിരീശ്വരവാദക്കാരായ സുഹൃത്തുക്കളുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. അവരോടൊക്കെ എനിക്കുള്ള ഉപദേശം അതാണ്: നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് നിങ്ങളെങ്ങും എത്തിക്കുകയില്ല. നിങ്ങൾ ഈ ഇടമറികിൻ്റെ വഞ്ചനയിൽപ്പെട്ട്, അസിസ്റ്റൻ്റ് പ്രൊഫസർ രവിചന്ദ്രൻ്റെ വഞ്ചനയിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. കർത്താവായ യേശു ക്രിസ്തു സമാനതകളില്ലാത്ത ചരിത്ര പുരുഷനാണ്. അവനെപ്പോലൊരു ചരിത്ര പുരുഷനെ നിങ്ങൾക്ക് ലോകത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല. അവങ്കിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ നിരീശ്വരവാദ സുഹൃത്തുക്കളെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവനിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിപ്പാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.